കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. ഇൻകുലാബ് സിന്ദാബാദ് 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 ഇൻകുലാബ് സിന്ദാബാദ് 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 ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ് പ്രക്ഷേമാർട്ട് സിന്ദാബാദ് പ്രക്ഷേമാർട്ട് സിന്ദാബാദ് പ്രക്ഷേമാർട്ട് സിന്ദാബാദ് പ്രക്ഷേമാർട്ട് സിന്ദാബാദ് യുഡിഎഫ് വന്നിട്ട് മാസം ഒന്നേ ആയിട്ടുള്ളൂ. വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ നിലമ്പൂർ KSB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ പവർ കട്ട് ഏർപ്പെടുത്തിയ UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ KSB ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി KSB ഉദ്യോഗസ്ഥർക്കും മെഴുകുതിരി വിതരണം ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ പവർ കട്ട് നടപ്പാക്കുന്നത് സർക്കാരിന്റെ കഴിവുകേടാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. നിലമ്പൂർ നഗരസഭാ കൗൺസിലറും ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമായ അരുൺ ദാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരള ജനത മറന്നുപോയിട്ടുള്ള പവർ കട്ട് എന്ന വാക്ക് വീണ്ടും ഈ നാട് ഉച്ചരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 2016 സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കേരളത്തിൽ വരുമ്പോൾ ആന കയറിയ കരിമ്പങ്കാട് പോലെ ചവിട്ടി മതിച്ചിട്ട നാടായിരുന്നു കേരളം. മണിക്കൂറുകളോളം പവർ കട്ട്, സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, സർക്കാർ സ്കൂളുകളിൽ പാഠപുസ്തകമില്ല. അങ്ങനെ സകല മേഖലയിലും തകർന്നടിഞ്ഞു കിടന്ന കേരളത്തെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൈപിടിച്ച് മുന്നോട്ട് നടക്കുക ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഈ കേരളം എല്ലാ മേഖലയിലും നമ്പർ 1 കേരളമായിരുന്നു. ഈ കേരളം രാജ്യത്തിന് മാതൃകയായിരുന്നു, ലോകത്തിന് മാതൃകയായിരുന്നു. അത്തരത്തിലുള്ള കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം അധികാരത്തിലേക്ക് വന്ന UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ കയറി 1 മാസം പിന്നിടുമ്പോഴേക്കും ഈ കേരളം എല്ലാ മേഖലയിലും തകർന്നടിഞ്ഞിരിക്കുകയാണ്. പി ദീപക്, റനീദ്, പ്രജിത്ത്, സന്തോഷ്, ഷാജഹാൻ, റിയാസ് കവാട് എന്നിവർ നേതൃത്വം നൽകി. A+ വിഷൻ, നിലമ്പൂർ. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസോടെ മാസത്തവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം.